മദീനയെ അനുഭവിക്കുന്നവരാണ് സ്വാലിഹീങ്ങൾ, മദീനത്തെ പോണവരല്ല. ചില ആളുകൾ ചോദിക്കും, ഹജ്ജിന് പോകുമ്പോ എന്തിനാ മദീനത്ത് പോണത്, മദീനത്ത് ഹജ്ജില്ലല്ലോ എന്ന്. അങ്ങനെ ചോദിക്കണം, നീ മദീനത്ത് പോണ്ട. ആർക്കും പരാതിയില്ല. അങ്ങനെ ചോദിക്കണം, നീ മദീനത്ത് പോണ്ട, പരാതിയില്ല. മദീനത്ത് എന്തിനു പോണമെന്ന് ചോദിച്ചിട്ട് പോകേണ്ട നാടിന്റെ പേരല്ല മദീന. ചോദ്യങ്ങളില്ലാതെ എത്തിച്ചേരേണ്ട അനുരാഗത്തിന്റെ തലസ്ഥാനമാണ് മദീന. എന്തിനെന്ന് ചോദിക്കേണ്ട സ്ഥലമല്ല. എല്ലാത്തിന്റെയും സ്രോതസ്സിലേക്ക്, എല്ലാ അനുഗ്രഹത്തിന്റെയും തലസ്ഥാനത്തേക്ക് എന്തിനു പോണമെന്ന് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെ എന്തിനു പോണമെന്ന് ചോദിച്ചിട്ട് പോകേണ്ട നാടല്ല മദീന. മനസ്സുകൊണ്ട് യാദൃച്ഛികമായി അല്ല, അറിയാതെ എത്തിച്ചേരുന്ന സ്ഥലമാണ്. ഇന്നിൽ തിയാരി ഹസ്വബാ യൗമൻ ഇലാ അർളിൽ ഹറം ബല്ലിഗ് സലാമി റൗദതൻ ഫീഹൻ നബിയുൽ മുഹ്തറം. എനിക്കോ അവിടെ എത്താനാവുന്നില്ല. ഇളം കാറ്റേ എന്റെ സലാമെങ്കിലും മദീനയിലെത്തിക്കണം. എനിക്കവിടെ എത്താൻ അവസരം കിട്ടിയില്ല. ഇളം കാറ്റേ എന്റെ സലാമെങ്കിലും മദീനയിലെത്തിക്കണമെന്ന് പറഞ്ഞുപോയ മഹാന്മാരാണ് സ്വാലിഹീങ്ങളെങ്കിൽ മദീന എന്തിനു പോണമെന്ന് ചോദിച്ചിട്ട് പോകേണ്ട നാടല്ല. ഒരു വിശ്വാസി എത്തിച്ചേരുന്ന സ്ഥലമാണ്. അൽ ഈമാനു യരിദു ഇലൽ മദീന. ഈമാൻ എത്തിച്ചേരുന്ന നാടാണ് മദീന. ഈമാനിന് എന്തിനൊന്നോട്ട് പോണമെന്ന് ചോദിക്കാനില്ല. വിശദാംശങ്ങളിലേക്ക് ഞാൻ വരണില്ല. അങ്ങനെ എത്തിച്ചേരേണ്ട തലസ്ഥാനമാണ് മദീന. ആ മദീനയിൽ ചെല്ലുമ്പോൾ പള്ളി മാത്രം കണ്ടുവരുന്നവരുണ്ടാകും. അവർക്കറിയില്ല ആ പള്ളിയുടെ പേരെന്താണെന്ന്. മദീനയിൽ എന്തിനാണ് പോണത്? മസ്ജിദുൻ നബവിയിൽ നിസ്കരിക്കാൻ. എന്താണ് ആ പള്ളിയുടെ പേര്? മുത്തുനബിയുടെ പള്ളി എന്ന്. സല്ലല്ലാഹു അലൈഹി വഅലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ മദീനത്തെ പള്ളിയുടെ വിശേഷം എന്താണ്? അത് മുത്തുനബിയുടെ പള്ളി എന്ന വിശേഷമാണ്. മുത്തുനബിയുടെ പള്ളിയിലേക്ക്. അപ്പൊ പള്ളി നിസ്കരിക്കാൻ മാത്രം പോവാ, സിയാറത്ത് വേണ്ട. എടോ, ആ പള്ളിക്ക് പേര് തന്നെ മുത്തുനബിന്റെ പള്ളി എന്നാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് തുടങ്ങുമ്പോഴേ ആ പള്ളിക്ക് എത്തുന്നുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചേർന്ന് കിടക്കുന്ന പള്ളിയാണ്. മദീനക്ക് പറയാനുള്ളത് അവകാശവാദങ്ങളല്ല, അനുഭവങ്ങളാണ്. മദീനയിലേക്ക് മഹാന്മാര് ചെല്ലുമ്പോൾ അവരനുഭവിച്ചുകൊണ്ടാണ് മദീനയിലേക്ക് ചെല്ലുന്നത്. ഉഫൂദുൻ വസുവാറുൻ വളിയാഫു ഹളറതി വദുരിയത്തുൻ ജിനാക ബിശൗഖി വൽ ഹുബ്ബി. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അലവി അൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു യമനിൽ നിന്ന് മദീനയിലേക്ക് വന്ന് ലോകഗുരുവായ തിങ്കൾ പ്രഭുവിന്റെ അഭിമുഖത്തിൽ വന്ന് നിന്നുകൊണ്ട് സലകനൽ ഫയാഫി വൽ ഖിഫറാഅലൻ നുജുബി എന്ന് തുടങ്ങി ചൊല്ലി എത്തിയപ്പോൾ പറയുകയാണ്, ഉഫൂദുൻ വസുവാറുൻ വളിയാഫു ഹളറതി വദുരിയത്തുൻ ജിനാക ബിശൗഖി വൽ ഹുബ്ബി. ഞങ്ങൾ തങ്ങളുടെ മുമ്പിലേക്ക് വന്ന മക്കളാണ്, അവിടുത്തെ പരമ്പരയാണ്, ഇഷ്ടം വെച്ച് വന്നതാണ്. അവര് മദീനയെ അനുഭവിക്കുകയാണ് ആനന്ദത്തോടെ. മദീനത്ത് ചെല്ലുമ്പോൾ മലബാറിൽ നിന്ന് ഉമറുൽ ഖാദി തങ്ങൾ പോയി.
മഹാനായ ഉമറുൽ ഖാദി തങ്ങൾ ചെന്നു മദീനയിൽ ചെന്നപ്പോൾ അവിടുന്ന് പറഞ്ഞ ഒരു പരാമർശമാണ് ഇത് ജിഅ്തു ത്വയ്ബത റൗമ സൗറത ഖബ്രിഹി ഉമീതു മദ്ഹൂഷൻ ബിഹൈബതി ഖദ്രിഹി. ഞാൻ മദീനയിലേക്ക് വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഔന്നത്യമറിഞ്ഞ് എന്റെ ബോധം തന്നെ മാറിപ്പോയി. മഹാനായ അഹ്മദ് റിളാ ഖാൻ തങ്ങൾ മദീനയിലെത്തിയപ്പോൾ മഹാനവറുകൾ പറയുകയാണ്, മദീനെ കെ ഖിത്തെ ഖുദാ തുജോ കോ രഖേ ഗരീബോ ഫഖീറോ കെ ठहराने वाले. ഈ മദീനയുടെ മണ്ണ് ലോകത്തുള്ള പാവങ്ങളെ അത്താണി നൽകുന്ന മണ്ണാണല്ലോ ഇത്. എനിക്കവിടുത്തെ ഒന്ന് കാണണമല്ലോ എന്ന മോഹം വെച്ച് മദീനയിൽ വിശ്രമിക്കുന്ന മഹാനായ, മദീനയിൽ കാത്തിരുന്ന മഹാനായ ഇമാം അഹ്മദ് റിളാ ഖാൻ തങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ് ലോകഗുരുവായ തിങ്കൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴവിടുന്ന് മഹാനവറുകൾ പറഞ്ഞതാണ്, തൂ ജിന്ദാ ഹേ വല്ലാഹ്, തൂ ജിന്ദാ ഹേ വല്ലാഹ്, മേരെ ചശ്മേ ആലം സേ ചുപ് ജാനെ വാലേ. അല്ലയോ ഹബീബായ തങ്ങളെ, അവിടുന്ന് ജീവിക്കുകയല്ലേ, അവിടുന്ന് മദീനത്തെ മണ്ണിൽ ജീവിക്കുകയല്ലേ നബിയേ എന്ന് ലോകഗുരുവായ തിങ്കൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇമാമെ അഹ്മദ് റിളാ ഖാൻ ഫാളിലെ ബറേൽവി റളിയല്ലാഹു അൻഹു അവിടുത്തെ സ്നേഹഗീതങ്ങൾ ചൊല്ലിക്കൊണ്ട് പറഞ്ഞുവെങ്കിൽ, എന്റെ പ്രിയമുള്ളവരെ, ഖാജാ തങ്ങൾ മദീനയിൽ ചെന്നിരിക്കുമ്പോഴാണ് ഉലകത്തിന്റെ ഉടയവൻ, പ്രകാശത്തിന്റെ പര്യായമായി പ്രപഞ്ചത്തിന് സമ്മാനമായി നൽകിയ ലോകഗുരുവായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കനവിൽ വന്നുകൊണ്ട് പറഞ്ഞു, അല്ലയോ പ്രിയപ്പെട്ട മുഈനുദ്ദീൻ, ഇന്ത്യയിലേക്ക് പോകണം മുഈനുദ്ദീനെ, ഇന്ത്യയിലേക്ക് പോകണം അല്ലാഹുവിന്റെ ദീനിന്റെ ദഅവത്തിന് വേണ്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫൽയുബല്ലിഗ് അശ്ശാഹിദുൽ ഗായിബ, അവിടുത്തെ ഇഷ്ടക്കാരായ സ്വഹാബത്തിനെ മുഴുവനും ലോകത്തിന്റെ എല്ലാ ദിക്കിലേക്കും ഇസ്ലാമിക ദഅവത്തിന് വേണ്ടി നിയോഗിച്ച മഹാനരായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഖാജാ മുഈനുദ്ദീൻ തങ്ങളോട് പറയുന്നു, ഇന്ത്യയിലേക്ക് പോകണമെന്ന്. ഇറാനിൽ ജനിച്ച് ബഗ്ദാദിൽ പഠിച്ച് ഇസ്ഫഹാനിലൂടെ സഞ്ചരിച്ച് ലോകത്തിന്റെ പല മണ്ഡലങ്ങളിലൂടെയും കടന്നുപോയ മഹാനവറുകൾക്ക് പക്ഷേ ഇന്ത്യ അറിയില്ല, ഇന്ത്യയിലേക്കുള്ള വഴിയും അറിയില്ല. ആകുലപ്പെട്ടുകൊണ്ട് അന്വേഷിക്കുകയാണ് എവിടെയാണ് ഇന്ത്യയെന്ന്. അപ്പോഴതിന്റെ വിശദീകരണം നൽകുകയാണ്.